സ്വർഗത്തിൽ നിന്നുള്ള പ്രതിഫലം എന്ന് ഈശോ നമ്മൾ ഓർപ്പിക്കുകയാണ്. അപ്പൊ എല്ലാ സഹനങ്ങളെയും നമുക്ക് സ്തുതിക്കാൻ ദൈവം പറയുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഓർക്കുകയാണ്, ഈ സഹനങ്ങളെ നമുക്ക് സ്തുതിക്കാൻ സാധിച്ചാൽ വലിയ കൃപ നമ്മൾ നമുക്ക് അറിയാൻ പറ്റും. സഹനങ്ങളെ പറ്റി സ്തുതിക്കും. നമ്മൾ ആരാധനയെ കുറിച്ച് പ്രാർത്ഥിക്കാം. ഇനി ഒരു കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോ കുർബാനയിലും നമ്മുടെ മധ്യത്തിലേക്ക് ഈശോ എഴുന്നള്ളി വരുന്നുണ്ട്. ഞാൻ ഒരു കാര്യം ഓർക്കുകയാണ്. അമേരിക്കയിലെ ഡാളസിലെ ഗ്രേസ് ഓഫ് ഹെവൻ എന്ന ഒരു ധ്യാന കേന്ദ്രമുണ്ട്. അപ്പോൾ അതൊരു അൽമായനായ സഹോദരൻ, സഹോദരൻ അതിനെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് ആ ധ്യാനത്തിൽ നയിച്ചുകൊണ്ട് പോകും. ധ്യാനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അവിടെ ഒരു അവസരത്തിൽ ധ്യാനം നടക്കുന്ന സമയത്ത് വിശുദ്ധ കുർബാനയുടെ മധ്യത്തിൽ വലിയൊരു ദൈവാനുഭവം അനുഭവപ്പെട്ടു. പ്രത്യേകിച്ച് ഈശോയുടെ സാന്നിധ്യം, ഈശോ നമ്മുടെ അടുത്ത് നിൽക്കുന്ന പ്രൈസലാണ്. കണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കാര്യം എന്നോട് പറയുകയാണ്, നമ്മുടെ ദൈവം ഇത്രയും അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠജനതയാണ്. ഓരോ കുർബാനയിലും ഈശോ നമ്മുടെ അടുത്തേക്ക് വരികയാണ്. നമ്മുടെ അടുത്തേക്ക് വരുന്നവരാണ്. മറ്റ് മതങ്ങളിലെല്ലാം നമ്മൾ നോക്കി ദൈവത്തെ അന്വേഷിച്ച് പോകാം. മനുഷ്യൻ ദൈവത്തെ അന്വേഷിച്ച് പോകാം. എവിടെയാണ് ദൈവം? ദൈവാനുഗ്രഹത്തിൽ മനുഷ്യൻ ഓടുകയാണ്. എന്നാൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ, നമ്മുടെ സഭയിൽ ദൈവം നമ്മളെ തേടുകയാണ്. അധ്വാനിക്കുന്നവരും ഭാരം വയ്ക്കുന്നവരുമായ നിങ്ങൾ എൻ്റെ അടുക്കൽ വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുക. ഈ ദൈവകരങ്ങളിലേക്ക് നമ്മളെ തന്നെ വെച്ചു കൊടുക്കാം. ഓരോ കുർബാനയിലും ഈശോ എഴുന്നള്ളി വരികയാണ്. ഓരോ ആരാധനയിലും അവൻ നമ്മളെ അനുഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ എല്ലാ ഭാരങ്ങളും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് വെച്ചു കൊടുക്കാം. നേരത്തെ നമ്മൾ ഓർപ്പിച്ചു, ഇതിൻ്റെ ആരംഭ സമയത്ത് നമ്മുടെ എല്ലാ ഭാരങ്ങളും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. മത്തായി 11:28 പറയുകയാണ്, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങൾ എല്ലാവരും എൻ്റെ അടുക്കൽ വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ വിശ്വാസം ഏറ്റുപറയുകയാണ്. വിശ്വാസം ഏറ്റവും നമ്മുടെ പ്രാർത്ഥന ഒത്തിരി നിയോഗങ്ങൾ ഉണ്ട്. ആ നിയോഗങ്ങൾക്കെല്ലാം വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. ഈ സമയത്ത് നമുക്ക് കൈകളുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഒരു നിമിഷം നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ കർത്താവിൻ്റെ വചനം ഓർക്കുക. ഇന്നത്തെ വചനങ്ങളെല്ലാം നമ്മുടെ ശുദ്ധീകരണത്തിന് വേണ്ടി ദൈവം തന്നിട്ടുള്ളതാണ്. വചനം പറയുകയാണ്, അഭിമാനിക്കുന്നവർ കർത്താവിനെ അഭിമാനിക്കട്ടെ. ലൗകിക മാനദണ്ഡമനുസരിച്ച് നിങ്ങൾ ബുദ്ധിമാന്മാർ അധികമില്ല, വലിയ കഴിവുള്ളവരൊന്നുമില്ല. എന്നാൽ ദൈവം തിരഞ്ഞെടുത്തത് എളിമയുള്ളവരെയും നിസാരങ്ങളായവരെയും ദൈവം തിരഞ്ഞെടുത്തു. ആ ദൈവസന്നിധിയിൽ ആരും അഹങ്കരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. വീണ്ടും നമ്മൾ സുവിശേഷത്തിൽ കേട്ടു, സുവിശേഷ ഭാഗ്യങ്ങൾ. കർത്താവെ, ഞങ്ങളുടെ അന്തിമ ലക്ഷ്യം സ്വർഗമാണ്. സ്വർഗലക്ഷ്യമാക്കി ജീവിക്കാനുള്ള വൻ കൃപ തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വന്നിട്ടുള്ളവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. വരാൻ സാധിക്കാത്തവരോട് ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് നമ്മുടെ വിശ്വാസം നമുക്ക് പ്രഖ്യാപിക്കാം.